ധിക്കാരമാണ്, ശുദ്ധമായ ധിക്കാരം. 6 വർഷമായി ശുദ്ധവായുവിനു വേണ്ടി സമരം ചെയ്യുന്ന മനുഷ്യരുടെ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള പോലീസിന്റെയും അധികാരികളുടെയും ഫ്രഷ് കട്ട് മുതലാളിമാരുടെയും ചേർന്നുള്ള നീക്കം. സമരം ചെയ്ത മനുഷ്യരുടെ വീട് കയറി അടിക്കട്ടിൽ തിരിയും മുമ്പേ പോലീസ് ഇതിന് മറുപടി പറയണം. ഫ്രഷ് കട്ട് അഗ്നിക്കിരയാക്കിയത് ഉടമകൾ തന്നെ നിശ്ചയിച്ചവരല്ലേ? എന്തുകൊണ്ടാണ് ഹൈക്കോടതി പ്രത്യേക പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയ ഫ്രഷ് കട്ട് സ്ഥാപനത്തിലേക്ക് 4 പേർ കടന്നു വന്നപ്പോൾ തടയേണ്ടിയിരുന്ന പോലീസ് നിഷ്ക്രിയമായി നോക്കി നിന്നത്? എന്തുകൊണ്ടാണ് വാഹനങ്ങൾ കത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടാത്തത്? ഫ്രഷ് കട്ട് തീവപ്പിൽ നിഷ്പക്ഷമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ അധികാരികൾ തയ്യാറുണ്ടോ? സമരത്തെ ചോരയിൽ മുക്കി കൊന്ന് 2 ദിവസം കൊണ്ട് ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള അധികാരികളുടെയും മുതലാളിമാരുടെയും ചേർന്നുള്ള ശ്രമത്തിൽ പോലീസ് പ്രതിക്കൂട്ടിലാണ്. എന്തുകൊണ്ടാണ് മറ്റു ജില്ലകളിൽ അനവധി അറിവ് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉള്ളപ്പോൾ മലബാറിന്റെ തലസ്ഥാന ജില്ലയായ കോഴിക്കോട് മാത്രം മറ്റു സ്ഥാപനങ്ങൾക്ക് അനുമതി പോലും നൽകാത്തത്? വർഗീയ ചാപ്പക്കുത്തി സമരത്തെ കൊല്ലും മുന്നേ പോലീസും സർക്കാരും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ആ പാവങ്ങളായ ജനങ്ങളോട് നീതി കാട്ടണം.